ഹായ്, നമ്മൾ ഇന്നിനി ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുകയാണ്, ടൈം ആൻഡ് വർക്ക്. സാധാരണ ഇതിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ് ഈ ടൈം ആൻഡ് വർക്ക്. അതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ, ബേസിക് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഈ ടൈം ആൻഡ് വർക്കിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്, ഒരു ജോലിയും സമയവും. അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ എത്രത്തോളം സമയം വേണം, അതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കാറ് സാധാരണ. നമ്മളിതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അന്നേരം അതും കൂടി നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ പ്രോബ്ലംസ് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായകരമായിരിക്കും. ഈ ടൈം ആൻഡ് വർക്കിലെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ 2-3 ഡിഫറെന്റ് മെത്തേഡിൽ സോൾവ് ചെയ്യാറുണ്ട്. ഞാനിപ്പം ആദ്യം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ബേസിക് മെത്തേഡാണ്. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഇനിയും വേറെ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളിൽ ഞാൻ ചെയ്തു തരാം. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാലും മതി, നമുക്ക് എക്സാമിന് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്കൊക്കെ ഒരു മെത്തേഡ് എന്തെങ്കിലും ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് ബാക്കപ്പായിട്ട് വേറെ മെത്തേഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ എല്ലാ ക്വസ്റ്റിനും 2-3 മെത്തേഡുകളെല്ലാം പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഏതാണ് എളുപ്പം ആ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം എന്താണ് ടൈം ആൻഡ് വർക്ക് എന്നുള്ള കാര്യം. അതായത് ഒരാൾ, നമ്മൾ സാധാരണ ക്വസ്റ്റിനിൽ കണ്ടിട്ടുണ്ടാവും, എ എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ ഒരു 20 ദിവസം എടുത്തു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് മനസ്സിലാക്കാം? എ എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ 20 ഡേയ്സ് എടുത്തു. എന്നാൽ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും, നമ്മൾ കണ്ടിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ തന്നാലും എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എ ക്യാൻ ഡു എ വർക്ക് ഇൻ 20 ഡേയ്സ് എന്നേ പറയുള്ളൂ. ആ ജോലി എന്താണ് എന്നുള്ളൊരു കാര്യത്തിന് ഈ ടൈം ആൻഡ് വർക്കിൽ പ്രസക്തിയില്ല. അതായത് എന്ത് ജോലിയാണ് അയാൾ ചെയ്തത് എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മൾ പറയത്തില്ലേ, ഒരാളൊരു കെട്ടിടം വെച്ചു, ഒരാളൊരു എന്തെങ്കിലും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി എന്നൊക്കെ ആയിരിക്കാം യഥാർത്ഥത്തിൽ ആ ജോലി. പക്ഷെ ആ ജോലി എന്താണെന്നോ ആ ജോലി എത്രത്തോളം ഉണ്ടെന്നോ എന്നും ഈ ക്വസ്റ്റ്യൻ, നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കുമ്പോൾ ആ വർക്കിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അത് എന്ത് ജോലി ആയാലും, എത്രത്തോളം വലിയ ജോലി ആയാലും എത്രത്തോളം ചെറിയ ജോലി ആയാലും, ആ ജോലി എ എന്ന് പറയുന്ന ഒരാൾ ആ പർട്ടിക്കുലർ ജോബ് ഒരു 20 ഡേയ്സ് കൊണ്ട് തീർത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു കണ്ടീഷനിലേക്ക് വരുന്നു. ബി എന്ന് പറഞ്ഞ രണ്ടാമതൊരാളുണ്ടായിരുന്നു, അയാൾ ഈ ജോലി ഒരു 30 ഡേയ്സ് കൊണ്ട് തീർത്തു എന്നാണ് രണ്ടാമത് പറയുന്നത്. അതായത് ഇതേ ജോലി തന്നെയാണ് എന്ത് ചെയ്തത്, എ 20 ദിവസം കൊണ്ട് തീർത്തത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ജോലി എക്ക് തീർക്കാൻ 20 ദിവസം വേണ്ടി വന്നു. അതായത് ഇവിടെ ഒരു നിലമായിരുന്നു, അത് ഒഴുകണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബേസ്മെന്റ് ആയിരുന്നു, അത് കെട്ടണം, അല്ലെങ്കിൽ ഇതൊരു ഭിത്തിയായിരുന്നു, ഇതൊരു വാളായിരുന്നു, ആ വാൾ ഇഷ്ടി കൊണ്ട് കെട്ടണം, ഒരു വലിയ നീളത്തിലുള്ള വാളാണ്. ആ വാള് മൊത്തം കെട്ടി തീർക്കാനായിട്ട് എക്ക് വേണ്ടി വരുന്നത് 20 ദിവസമാണ്. പക്ഷെ ബിക്ക് വേണ്ടി വരുന്നതോ 30 ദിവസമാണ്. സപ്പോസ് ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന എയും ബിയും അവരുടെ ജോലി, ആരാണ് നന്നായിട്ട് ചെയ്യുന്നയാൾ, ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യുന്നത്, ഈ 2 പേരിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നയാൾ ആരാണ് എന്നായിരിക്കും നമ്മൾ ആദ്യം നമ്മുടെ ഒരു മെന്റൽ എബിലിറ്റി മനസ്സിലാക്കേണ്ടത്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എ ഒരു പർട്ടിക്കുലർ ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടുമാണ് തീർക്കുന്നതെങ്കിൽ ഇവരിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവരുടെ എഫിഷ്യൻസി മീൻസ് ഒരാൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടി അയാൾക്ക് ഉള്ള ഒരു കഴിവ്. ഇതിൽ ആർക്കായിരിക്കും ഹയർ എഫിഷ്യൻസി? അതായത് എ ഈ ഒരു ജോലി 20 ദിവസം കൊണ്ടായിരിക്കും തീർക്കുന്നത്, ബി 30 ദിവസം കൊണ്ടായിരിക്കും തീർക്കുന്നത്. എങ്കിൽ എക്ക് തീർക്കാൻ 20 ദിവസം മതി, ബിക്ക് എക്സ്ട്രാ ഒരു 10 ഡേയ്സ് കൂടി വേണം അതേ ജോലി തീർക്കാൻ. അപ്പം ബി കുറച്ച് സ്ലോയർ ആയിട്ടല്ലേ ജോലി ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ മനസ്സിലായിക്കൂടെ? എ ഒരു 20 ദിവസം കൊണ്ട് ജോലി ചെയ്യും, ബി അതേ ജോലി തന്നെ 20 ദിവസം എടുത്തപ്പോൾ ഫുള്ള് തീർന്നില്ല, അയാൾക്ക് എക്സ്ട്രാ ഒരു 10 ഡേയ്സും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഈ പറയുന്ന പർട്ടിക്കുലർ ജോലി തീർക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എ എന്ന് പറയുന്നത് കുറച്ച് വേഗത്തിൽ ജോലി ചെയ്തില്ലേ, അയാൾ വേഗത്തിൽ ആ ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തില്ലേ. ഈ ബി എന്ന് പറയുന്നയാൾക്ക് അത്രയും വേഗത്തിൽ ചെയ്യാൻ പറ്റിയില്ല, അയാൾ എന്ത് ചെയ്തു, ഒരു അഡീഷണൽ 10 ഡേയ്സും കൂടി എടുത്തിട്ട് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഇതിന്റെ എഫിഷ്യൻസി എന്താണെന്നുള്ള കാര്യം. എന്താണ് ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ കാര്യം? ഈ എഫിഷ്യൻസിയുടെ കാര്യം നമുക്ക് നോക്കാം. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എഫിഷ്യൻസി എന്താണെന്നുള്ള കാര്യം. അതായത് ഈ ടൈം ആൻഡ് വർക്ക് പ്രോബ്ലത്തിൽ നമുക്ക് മെയിനായിട്ടും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്, ഈ എഫിഷ്യൻസി എന്ന് പറയുന്ന ടൈം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് എ ഒരു 20 ഡേയ്സ് കൊണ്ടും ബി ഒരു 30 ഡേയ്സ് കൊണ്ടുമാണ് ജോലി തീർക്കുന്നതെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എയുടെ ഒരു ദിവസത്തെ ജോലിയാണ്, 1 ഡേ പെർ ജോബ് ആണ് എന്ത് പറയുന്നത് അയാളുടെ എഫിഷ്യൻസി. ഈ എ 20 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യും, അതാണ് എയുടെ എഫിഷ്യൻസി. എ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യുമോ അതാണ് എയുടെ എഫിഷ്യൻസി. ബി ഒരു ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യുമോ അതാണ് ബിയുടെ എഫിഷ്യൻസി.
എന്നുവെച്ചാൽ അയാൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്തു തീർക്കുന്ന ജോലി, ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന ജോലി. നമ്മളെപ്പോഴും ഈ ഡേയ്സിന്റെ കഥ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത്, ഒരു ഡേ എന്നേ എടുക്കത്തുള്ളൂ, പെർ ഡേ. അയാൾ ഒരു ഡേയിൽ എത്ര ജോലി ചെയ്യും? എയുടെ ജോബ് പെർ ഡേ. എ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യും. ഈ ഉദാഹരണം മുഴുവൻ ജോലി എ ഒരു ദിവസം ഇത്രയും ജോലി ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടൈം ഓൺ വർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നതിനകത്തെല്ലാം എ എന്ന് പറയുന്നയാൾ ഒരു ദിവസം എത്ര ജോലി ചെയ്യുമോ അതേ സെയിം എമൗണ്ട് ജോലി ആയിരിക്കും അയാൾ ഇനി എത്ര ദിവസം ഉണ്ടെങ്കിലും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? എ ഒരു ദിവസം കൊണ്ട് എന്താണോ ജോലി ചെയ്യുന്നത് ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ജോബ് ആയിരിക്കും അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലും ചെയ്യുന്നത്. അയാൾ സെക്കൻഡ് ഡേയിൽ എന്ത് തന്നെ ചെയ്യും? ഈ ഫസ്റ്റ് ഡേയിൽ ചെയ്ത ജോബ് എന്താണോ അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യും. തേർഡ് ഡേയിലും അതേ ജോലി തന്നെ റിപ്പീറ്റ് ചെയ്യും. ഫോർത്ത് ഡേയിലും ആ സെയിം എമൗണ്ട് ഓഫ് ജോബ് റിപ്പീറ്റ് ചെയ്യും. അയാൾ എത്ര ദിവസം ആ ജോലി ചെയ്താലും ആ ഫസ്റ്റ് ഡേയിൽ ചെയ്ത അതേ എമൗണ്ട് ഓഫ് ജോലി ആയിരിക്കും ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾ പകുതിയായി നിർത്തിപ്പോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾ ആ ചെയ്യുന്ന ജോലികൾ കുറച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് അധികം ജോലി ചെയ്യുന്നു, അങ്ങനെയൊന്നും കൺസെപ്റ്റ് ഇല്ല. അതായത് എ എന്ന് പറയുന്നയാൾ ഒരു പർട്ടിക്കുലർ ജോബ് ആയിരുന്നു ഒരു ദിവസം ചെയ്യുന്നത്. അയാൾ ഒരു 5 ദിവസം കഴിഞ്ഞ് ബി എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ കൂടെ ജോബ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ കൂടെ നിർത്തി. എയുടെ കൂടെ ബിയും കൂടി വന്നു. അപ്പൊ എയുടെ കൂടെ ബിയും കൂടെ വന്നതുകൊണ്ട് എ കുറച്ചധികം ജോലി ചെയ്യും ഇനി മുതൽ എന്നൊരു കൺസെപ്റ്റ് ഒന്നും ഇതിനകത്തില്ല. എ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണോ അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി അതേ ജോലി തന്നെയായിരിക്കും എയുടെ കൂടെ ബി വന്നാലോ സി വന്നാലോ ഡി പോയാലോ 2 പേർ പോയാലോ 5 പേർ വന്നാലോ ആരെന്തൊക്കെ ചെയ്താലും എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്താണോ അത് തന്നെയായിരിക്കും എ ഇനി എല്ലാ ദിവസവും ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റിനകത്ത്, ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് തുടക്കത്തിൽ എന്താണോ എ ഒരു ദിവസം ചെയ്യുന്നത്, അല്ലെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്താണോ അതിന്റെ റെപ്പിറ്റേഷൻ ആയിരിക്കും ഇനിയുള്ള ഓരോ ദിവസവും അയാൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വേണം. അതായത് എ എന്താണ് ജോലി ഒരു ദിവസം ചെയ്യുന്നത് അതാണ് അയാളുടെ എഫിഷ്യൻസി. ആ എഫിഷ്യൻസിയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അയാൾ ഇനി എന്ത് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് ബി ഒരു ദിവസം എത്ര ജോലി ചെയ്യുമോ അതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും അയാൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നത്. സെക്കൻഡ് ഡേയിലും ആ പർട്ടിക്കുലർ ജോലി, തേർഡ് ഡേയിലും ആ പർട്ടിക്കുലർ ജോലി, ഫോർത്ത് ഡേയിലും ആ പർട്ടിക്കുലർ ജോലി. അതായത് മൊത്തം ഒരു 50 ജോലിയുണ്ട്. എ ഒരു ദിവസം 5 ജോലി ചെയ്യുമെങ്കിൽ അയാൾക്ക് എത്ര ദിവസം വേണം ജോലി തീർക്കാൻ? 10 ദിവസം വേണം. അതായത് അടുത്തുള്ള ഓരോ ദിവസം അയാൾ എത്ര ജോലി ചെയ്യും? 5 ജോലി തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ദിവസങ്ങളിലും ആ സെയിം പർട്ടിക്കുലർ 5 ജോലി തന്നെ ചെയ്യും. അങ്ങനെ അയാൾ 10 ദിവസം കൊണ്ട് എന്ത് ജോലി തീർക്കും? ഈ 50 ജോലി ചെയ്ത് തീർക്കും. ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഈ ബി എന്ന് പറഞ്ഞാൽ 2 ജോലി ഒരു ദിവസം ചെയ്യുള്ളൂ. സ്വാഭാവികമായിട്ട് അയാൾക്ക് എത്ര ദിവസം വേണം? 25 ദിവസം വേണം ഈ ജോലി തീർക്കാൻ. കാരണം എന്താ? ഇനി വരുന്ന ഓരോ ദിവസവും ബി എത്ര ജോലി വീതമേ തീർക്കുള്ളൂ? 2 ജോലി വീതമേ തീർക്കുള്ളൂ. അതിപ്പോ എയും ബിയും കൂടെ നിന്നാലും എയുടെ കൂടെയും ബിയുടെ കൂടെയും സി എന്ന് പറഞ്ഞ പുതിയൊരാൾ വന്നാലും ഈ ബി എന്ന് പറയുന്നയാൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് എത്ര ജോലി ചെയ്യുള്ളൂ? 2 ജോലി ഒരു ദിവസം ചെയ്യുള്ളൂ. അപ്പൊ ഒരാൾ വന്നത് കൊണ്ടോ പോയത് കൊണ്ടോ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ എഫിഷ്യൻസിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇവർ 2 പേരും കൂടിയാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ദിവസം എത്ര ജോലി കഴിയും? ഇയാൾ 5 ജോലി ചെയ്യും, ബി 2 ജോലി ചെയ്യും, 7 ജോലി ഒരു ദിവസം ചെയ്യും. 2 പേരും കൂടി ചേർന്നിട്ടാണ് 7 ജോലി. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇയാൾ ചെയ്യുന്ന ജോലി 2 തന്നെയാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇയാൾ ചെയ്യുന്ന ജോലി 5 തന്നെയാണ്. അതിനൊരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം. ഇനി ഇതല്ലാണ്ട് ഇതിനകത്ത് ഇക്വേഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ്. അതായത് ഇതൊരു ഇക്വേഷനാണ്. അത് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും അതിന്റെ ടോട്ടൽ വർക്കിനെ അതിന്റെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാളുടെ 1 ഡേയിലെ ജോലി കിട്ടും. ഒരു ദിവസത്തെ ജോലി, 1 ഡേയിലെ ജോലിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. എയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? എ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയായിരിക്കും എയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? ബി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയായിരിക്കും ബിയുടെ എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ അയാൾ മൊത്തം ജോലി ഒരു പർട്ടിക്കുലർ ടൈമിൽ തീർക്കുന്നെങ്കിൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അയാളുടെ ഒരു ദിവസത്തെ ജോലി കിട്ടും. സപ്പോസ് എ ഒരു 20 ഡേയ്സ് കൊണ്ടായിരുന്നു എ ഒരു ജോലി തീർക്കുന്നത്. എ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 20 ഡേയ്സ് കൊണ്ട് ജോലി തീർക്കും. ടോട്ടൽ വർക്ക് 100 ആയിരുന്നു എന്ന് വിചാരിക്കുക. 100 ആയിരുന്നു ടോട്ടൽ വർക്ക്. അതായത് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ജോലി എന്താണ് ജോലി എന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഈ 100 എന്ന് പറയുന്നതാണ് ആ ജോലി എന്ന് പറയുന്നത്. അതായത് 100 എന്ന് പറയുന്ന പർട്ടിക്കുലർ നമ്പറാണെന്ത് എന്റെ ജോലി എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആയിരിക്കും. മുഴുവൻ വർക്കിനെ മുഴുവൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് കിട്ടുന്നത് അതായിരിക്കും എയുടെ ഒരു ദിവസത്തെ ജോലി. 100 ദിവസം കൊണ്ടായിരുന്നു ആ ജോലി തീരുന്നത്. എ മൊത്തം 100 ഉണ്ടായിരുന്നു ആ ജോലി എന്ന് പറഞ്ഞാൽ എ 20 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുന്നത്. എ 20 ഡേയ്സ് കൊണ്ടാണ് ഈ 100 ജോലി തീർക്കുന്നത്. 100 വർക്ക് ഉണ്ടായിരുന്നു. ആ 100 വർക്ക് എ തീർക്കുന്ന എത്ര ദിവസം കൊണ്ടാണ്? 20 ദിവസം കൊണ്ടാണ്. എങ്കിൽ എയുടെ ഒരു ദിവസത്തെ ജോലി, ഒരു ദിവസം എ
എത്ര ജോലി തീർക്കുമായിരിക്കും? മൊത്തം 100 ജോലി ഉണ്ടായിരുന്നു, അതിൽ 20 ദിവസം കൊണ്ട് തീർത്തു. അയാൾ 100 ജോലി 20 ദിവസം കൊണ്ട് തീർത്തു. 100/20 എത്ര ജോലി ചെയ്യും അയാൾ ഒരു ദിവസം? ഒരു ദിവസം 5 ജോലി ചെയ്യും. നമുക്ക് മനസ്സിലാക്കാം. എ എന്ന് പറയുന്നയാൾ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. ഒരു ദിവസം 5 ജോലി എങ്കിൽ 10 ദിവസമോ 50 ജോലി, 20 ദിവസമോ 100 ജോലി. മനസ്സിലായിക്കൂടെ? ഒരു ദിവസം 5 ജോലിയാണെങ്കിൽ അയാൾ 10 ദിവസം എത്ര ജോലി ചെയ്യും? 50 ജോലി ചെയ്യും. 20 ദിവസം എത്ര ജോലി ചെയ്യും? 100 ജോലി ചെയ്യും. 20 ദിവസം ചെയ്യുമ്പോൾ 100 ജോലി തീരും. 100 ജോലിയായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ആ 100 ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വന്നു? 20 ദിവസം വേണ്ടി വന്നു. ഇപ്പൊ ഏകദേശം ഒരു പിക്ചർ ക്ലിയർ ആയോ? അതായത് 1 ഡേയിലെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ് അയാളുടെ എന്ത്? എഫിഷ്യൻസി. ഒരാളുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി. എങ്കിൽ എയുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം വർക്കിനെ എയുടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 100 ആയിരുന്നു. ടോട്ടൽ ടൈം എത്രയായിരുന്നു? എക്ക് മൊത്തം ജോലി ചെയ്യാനുള്ള സമയമാണ് ടോട്ടൽ ടൈം. 100/20 5 കിട്ടി. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? എയുടെ എഫിഷ്യൻസി കിട്ടുന്നത്. ഇപ്പോൾ ഒരാളുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഈക്വേഷൻ കാണാൻ പഠിച്ചേക്കാം. ഒരാളുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ടോട്ടൽ വർക്ക് ബൈ ടൈം ആയിരിക്കും. അയാൾ ആ എത്രയാണ് ജോലി, ആ മുഴുവൻ ജോലി ഡിവൈഡ് ബൈ ആ മുഴുവൻ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയാളുടെ ഒരു ദിവസത്തെ സമയം അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. എഫിഷ്യൻസി എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ടൈമാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ, ടോട്ടൽ ടൈം ആണെങ്കിൽ സെയിം ഇക്വേഷൻ തിരിച്ചിട്ടാൽ മതി. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ മതി. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ടൈം കിട്ടും. ടോട്ടൽ ടൈം കിട്ടും. നമുക്ക് ടൈമാണ് വേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടൈം ഇസ് ഈക്വൽ ടു ടൈം ഇങ്ങോട്ട് വരുന്നു. ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. അപ്പൊ ഈ ഇക്വേഷൻ തിരിച്ച് മറിച്ചോ കിട്ടാൽ മതി. ഇനി ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നെങ്കിലോ ടോട്ടൽ വർക്ക് ഈക്വൽ എന്തായിരിക്കും? എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഈ എഫിഷ്യൻസിനെ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. എഫിഷ്യൻസി ടൈം ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. വർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? എഫിഷ്യൻസിന്റെ ടൈം കിട്ടണം. ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്യണം. എഫിഷ്യൻസി കിട്ടാൻ എന്ത് ചെയ്യണം? വർക്ക് ബൈ ടൈം ചെയ്യണം. അപ്പൊ ഇത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ ഞാൻ ചില എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ആണെങ്കിൽ ഇൻഡിവിജ്വൽ ടൈം ചെയ്യുക, ടോട്ടൽ എഫിഷ്യൻസി ആണെങ്കിൽ ടോട്ടൽ ടൈം ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണോ വേണ്ടത് അതിന്റെ ആയിരിക്കും എഫിഷ്യൻസി കിട്ടുന്നത്. അത് നമ്മൾ ഭാവിയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം. നമുക്ക് നോക്കാം, 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ള കാര്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മളിവിടെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഇങ്ങനെ തരുള്ളൂ. ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ഉണ്ടോ, നമുക്ക് വർക്ക് എന്താന്ന് തരില്ല. ഏതോ ഒരു ജോലി 20 ഡേയ്സ് കൊണ്ട് തീർക്കും. അതേ ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? 30 ഡേയ്സ് എടുക്കും തീർക്കാൻ. എ ഒരു ജോലി 20 ഡേയ്സ് കൊണ്ട് തീർക്കും, ബി ഒരു ജോലി 30 ഡേയ്സ് കൊണ്ട് തീർക്കും. ഹൗ ലോങ് വുഡ് ദേ ടു ഡു ഇറ്റ് വർക്കിംഗ് ടുഗദർ? അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ചാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ആകെ ഒരു ക്വസ്റ്റിനകത്ത് എന്തേ ഉള്ളൂ? ഒരു 20 ഡേയ്സും ഒരു 30 ഡേയ്സേ ഉള്ളൂ. എ മാത്രമാണെങ്കിൽ 20 ഡേയ്സ് കൊണ്ടും ബി മാത്രമാണെങ്കിൽ 30 ഡേയ്സ് കൊണ്ടും. എങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ വേഗത്തിൽ എങ്ങനെ എന്റെ ആൻസറിലേക്ക് എത്തിക്കാം? നമുക്ക് വർക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. ടോട്ടൽ വർക്ക് എത്രയാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ വർക്ക് ബൈ ടൈം ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ വർക്ക് എത്രയും ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പം വർക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം വർക്ക് എത്രയാണ്. നമ്മൾ എത്ര ആണെന്ന് അസ്യൂം ചെയ്താലും ആൻസർ കിട്ടും. അതായത് വർക്ക് നമുക്ക് എത്രയാണെന്ന് അസ്യൂം ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ നമുക്ക് എളുപ്പത്തിന് വേണ്ടി വേഗം ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വർക്ക് അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് തന്നിരിക്കുന്ന ടൈം നോക്കാം. ഇവിടെ ഒരു 20 ഡേയ്സ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 30 ഡേയ്സ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന 2 ടൈമിന്റെയും കൂടി LCM എടുക്കുക. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? LCM ഓഫ് ഗിവൺ നമ്പേഴ്സ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 20 ഡേയ്സ് 20 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, ഇവിടെ 30 ഡേയ്സ് 30 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ടൈം വർക്കിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും അതിനകത്ത് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട, നമുക്ക് വേണ്ട ആവശ്യമുള്ള നമ്പറാണ് ടോട്ടൽ വർക്ക് അല്ലേ. ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് എന്ത് വേണം? ടോട്ടൽ വർക്ക് വേണം. പക്ഷെ ക്വസ്റ്റ്യന് ടോട്ടൽ വർക്ക് എന്താണെന്ന് തരത്തുമില്ല. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കില്ല. എങ്ങനെയാണ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നമ്പേഴ്സ് തന്നിട്ടുണ്ടോ, നമ്പേഴ്സ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നമ്പേഴ്സ് തന്നിട്ടുണ്ടോ ആ നമ്പേഴ്സിന്റെ എല്ലാം കൂടി LCM ആയിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക്. അതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്തൊക്കെയാ? 20യും 30യും. 20ന്റെയും 30ന്റെയും കൂടി LCM എന്താ? LCM ഓഫ് 20 and 30.
ഞാൻ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് നമ്പറിന്റെ LCM കണ്ടുപിടിക്കാൻ അതിന്റെ ലാർജസ്റ്റ് നമ്പർ നോക്കുക, അത് ബാക്കിയുള്ള നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 20ന്റെ മൾട്ടിപ്പിൾ ആണ് 30 അല്ല, അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾ എടുക്കുക. നെക്സ്റ്റ് മൾട്ടിപ്പിൾ 30ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാ? 60. അത് ഈ ബാക്കിയുള്ള നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. ആണെങ്കിൽ ആ നമ്പർ ആയിരിക്കും എന്ത്? അതിന്റെ LCM. ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചേക്കുക. ടൈം വർക്കിൽ എല്ലാ ക്വസ്റ്റിനും നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? LCM കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ LCM എത്ര കിട്ടി? LCM ഓഫ് 20 and 30 നമുക്ക് എത്ര കിട്ടി? 60 എന്ന് കിട്ടി. ഇനി LCM 60 ആണെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? LCM ഓഫ് ഗിവൺ നമ്പേഴ്സ് ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ. തന്നിരിക്കുന്ന നമ്പറുകളിലെ LCM എടുത്തു, ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. കാരണം എന്താ? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരുടെ നമ്പർ തന്നിട്ടുണ്ട്. എന്ത് നമ്പർ? ഡേയ്സ്. എയുടെ ഡേയ്സ്, ടോട്ടൽ ഡേയ്സ് തന്നിട്ടുണ്ട്, ബിയുടെ ടോട്ടൽ ഡേയ്സ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെയും ബിയുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് എ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരുന്നു? വർക്ക് ബൈ ടൈം ആണെന്ത്? എഫിഷ്യൻസി. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ. എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ബൈ ടൈം എടുത്താൽ മതി. ആരുടെയാണോ എഫിഷ്യൻസി വേണ്ടത് അയാളുടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതും കൂടി ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചേക്കാം. ആരുടെയാണോ എഫിഷ്യൻസി വേണ്ടത് അയാളുടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തിന്? ടോട്ടൽ വർക്കിനെ. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ആരുടെയാണോ ടൈം ഡിവൈഡ് ചെയ്യുന്നത് അയാളുടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ ടോട്ടൽ വർക്കിനെ ടൈം ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് എ കിട്ടും. എങ്കിൽ നോക്കുന്നു, ടോട്ടൽ വർക്ക് ഇവിടെ എത്രയായിരുന്നു? 60 ആയിരുന്നു. ടൈം ഓഫ് എ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 days. 60/20. എഫിഷ്യൻസി ഓഫ് എ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 60/20 നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ബി നമുക്ക് കണ്ടുപിടിക്കും. അവിടെ എന്തായിരുന്നു? ടോട്ടൽ വർക്ക് ബൈ എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടണ്ടേ? ടൈം ഓഫ് ബി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് ബി കിട്ടും. ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് ബി. ടോട്ടൽ വർക്ക് അറിയാം 60 ആണെന്ന്. ടൈം ഓഫ് ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 30 ആണെന്ന്. 60/30 നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി 2 എന്ന് കിട്ടും. ആരുടെ എഫിഷ്യൻസി? ബിയുടെ എഫിഷ്യൻസി. കാരണം എന്താ? ഇവിടെ ഡിവൈഡ് ചെയ്തത് ടൈം ഓഫ് ബി ആ. ആരുടെയാണോ ടൈം ഡിവൈഡ് ചെയ്യുന്നത് അയാളുടെ ആയിരിക്കും എഫിഷ്യൻസി കിട്ടുന്നത്. ആരുടെയാണോ ടൈം അയാളുടെ ആയിരിക്കും എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പൊ നമുക്ക് എഫിഷ്യൻസി ഓഫ് എ കിട്ടി, എഫിഷ്യൻസി ഓഫ് ബി കിട്ടി. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇപ്പൊ നമുക്ക് എഫിഷ്യൻസി ഓഫ് എ അറിയാം എന്താണെന്ന്? 3 ആണെന്ന്. എഫിഷ്യൻസി ഓഫ് ബി അറിയാം 2 ആണെന്ന്. ഈ എഫിഷ്യൻസി എന്നുള്ള ടൈമിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് എത്തിക്കുക. അതായത് എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണെന്ത്? 3 എന്നല്ലേ ഞാൻ പറഞ്ഞത്? എയുടെ ഒരു ദിവസത്തെ ജോലിയാണ് 3. ബിയുടെ ഒരു ദിവസത്തെ ജോലിയാണ് 2 അല്ലേ? എ ഒരു ദിവസം 3 ജോലി ചെയ്യും, ബി ഒരു ദിവസം 2 ജോലി ചെയ്യും. എ ഒരു ദിവസം 3 ജോലി ചെയ്യും എങ്കിൽ 10 ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യും? 30 ജോലി ചെയ്യും. 20 ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യും? 60 ജോലി ചെയ്യും. അതാണ് എക്ക് 20 ദിവസം വേണ്ടി വന്നത് ആ മുഴുവൻ ജോലി ചെയ്യാൻ. ബിക്ക് ഒരു ദിവസം 2 ജോലി ചെയ്യും, 10 ദിവസം കൊണ്ട് 20 ചെയ്യും, 20 ദിവസം കൊണ്ട് 40 ചെയ്യും, 30 ദിവസം കൊണ്ടേ 60 ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ബിക്ക് എത്ര ദിവസം വേണ്ടി വന്നത്? 30 ദിവസം വേണ്ടി വന്നത് ഈ 60 ജോലി തീർക്കാൻ. ഏതാണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടതാണ്, എ ഒരു ദിവസം കൊണ്ട് 3 ജോലിയും ബി ഒരു ദിവസം കൊണ്ട് 2 ജോലിയാണ് ചെയ്യുന്നത്. എങ്കിൽ എയും ബിയും കൂടിയാണ് വരുന്നതെങ്കിൽ, എയും ബിയും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവരെത്ര ജോലി ചെയ്യും? എ ഒരു ദിവസം 3 ജോലി ചെയ്യും, ബി ഒരു ദിവസം 2 ജോലി ചെയ്യും. അപ്പൊ എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവരുടെ ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പൊ എയും ബിയും കൂടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എയുടെ 3 ജോലിയും ബിയുടെ 2 ജോലിയും കൂടി ചേർന്ന് അവർ 2 പേരും കൂടി എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും ഒരു ദിവസം. എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. അങ്ങനെയാണ് അവർ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തം ജോലി എത്രയായിരുന്നു? 60 ആയിരുന്നു. ഈ 60 ജോലി ചെയ്യാൻ വേണ്ടി ഇവർക്ക് എത്ര ദിവസം വേണം എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. എയും ബിയും കൂടി ഒരുമിച്ചായാലും എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? എങ്കിൽ നമുക്ക് അതിന്റെ അടുത്ത ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് അവർ 2 പേരും കൂടി എത്ര ജോലി ചെയ്യുന്നത് മനസ്സിലായി? ഒരു ദിവസം 5 ജോലി ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ടൈം അല്ലേ? ഇവർ 2 പേരും കൂടി എയും ബിയും കൂടി ചെയ്യുന്ന ടൈം അല്ലേ വേണ്ടത്? എയും ബിയും കൂടി ചെയ്യുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടൈമാണ് വേണ്ടതെങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എഫിഷ്യൻസി ആണെങ്കിൽ വർക്ക് ബൈ ടൈമും, ടൈം ആണെങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ടൈം, അതായത് എയുടെയും ബിയുടെയും കൂടി ടൈമാണ് നമുക്ക് വേണ്ടത്. സ്വാഭാവികമായിട്ടും ടോട്ടൽ വർക്കിൽ നിന്ന് എന്തായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്?
എയുടെയും ബിയുടെയും കൂടിയുള്ള എഫിഷ്യൻസി ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. ആരുടെയാണോ ടൈം വേണ്ടത് അവരുടെ ആയിരിക്കണം എന്ത് വേണ്ടത്, എഫിഷ്യൻസി. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ ടൈം കിട്ടും. ഇപ്പൊ എയുടെയും ബിയുടെയും കൂടി, എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ടൈമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എയും ബിയും കൂടി ഒരുമിച്ചുള്ള എഫിഷ്യൻസി ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, എയും ബിയും കൂടി ചേർന്നിട്ടുള്ള എഫിഷ്യൻസി. എയും ബിയും കൂടി ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലി എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എത്രയാണെന്ന് പറഞ്ഞേ, 60 ആണെന്ന് പറഞ്ഞേ. ഡിവൈഡ് ബൈ എയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി 5. അങ്ങനെയാണ് എയും ബിയും കൂടി ഒരു ദിവസം 5 ജോലി ചെയ്യും. ഒരു ദിവസം 5 ജോലി ചെയ്താൽ അവർ 60 ജോലി ചെയ്യും. എത്ര ദിവസം വേണ്ടി വരും? അവർ 12 ദിവസം വർക്ക് ചെയ്തെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ 60 ജോലി തീർക്കാൻ പറ്റുള്ളൂ. എയും ബിയും കൂടി ഒരു ദിവസം 5 ജോലി ചെയ്യും. അങ്ങനെ അവർ 12 ദിവസം വർക്ക് ചെയ്താൽ എത്ര ജോലി തീർക്കും? 60 ജോലി തീർക്കും അല്ലേ? 5 വർക്ക് കൊണ്ട് 12 ഡേയ്സ് വർക്ക് ചെയ്തെങ്കിൽ എന്ത് തീർക്കുള്ളൂ, 60 വർക്ക് തീർക്കുള്ളൂ. അതാണ് നമ്മൾ 60/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12 ഡേയ്സ് കിട്ടും. അവർ രണ്ടുപേരും കൂടി ചെയ്ത് തീർക്കുന്ന ജോലി എത്രയായിരിക്കും, ഈ 12 ഡേയ്സ് കൊണ്ടായിരിക്കും ജോലി തീർക്കുന്നത്. ഇപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഏകദേശം ടൈം ആൻഡ് വർക്കിൽ നടക്കുന്ന കാര്യം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാകും. ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുന്നത്. ഇതേ മെത്തേഡായിരിക്കും, ഇതേ കാര്യങ്ങളായിരിക്കും. അപ്പൊ ആകെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. അത് ആദ്യം നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നിടത്ത് വർക്ക് ബൈ ടൈം ചെയ്യും. ഇനി ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസി. ആരുടെയാണ് വേണ്ടത് അയാളുടെ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റിന് ആൻസർ സാധാരണ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് സാധാരണ ഇതിൽ ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 12 ഡേയ്സിന് കിട്ടും. അതായത് നമുക്ക് എഫിഷ്യൻസി ഓഫ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക, ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, വർക്ക് ബൈ സം ഓഫ് എഫിഷ്യൻസി ചെയ്താൽ ടൈമിന്റെ ടോട്ടൽ ടൈം സം ഓഫ് ടൈം കിട്ടും. അത് നമുക്കറിയാം. പക്ഷെ ഈ ഒരു മെത്തേഡ് അല്ലാതെ എളുപ്പത്തിലും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് വേഗത്തിൽ എങ്ങനെ എളുപ്പത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് എ ഒരു ജോലി X ഡേയ്സ് കൊണ്ടും ബി അതേ ജോലി തന്നെ ഒരു Y ഡേയ്സ് കൊണ്ടുമാണ് തീർക്കുന്നതെങ്കിൽ, എ ഒരു ജോലി X ഡേയ്സ് കൊണ്ടും ബി ആ സെയിം ജോലി ഒരു Y ഡേയ്സ് കൊണ്ടുമാണ് തീർക്കുന്നതെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് ടൈം ഓഫ് A+B, എയും ബിയും കൂടി ചേർന്ന് ആ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു XY/X+Y ഡേയ്സ് ആയിരിക്കും. നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട. പക്ഷെ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ സെയിം ക്വസ്റ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതേ മോഡൽ ക്വസ്റ്റിന് മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ, X ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുക, B Y ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുക. എങ്കിൽ എയും ബിയും കൂടി ചേർന്ന് എത്ര ദിവസം എന്നുള്ള ക്വസ്റ്റിന് ആൻസർ ആണ് ഇത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഈ ഇക്വേഷൻ ഒക്കെ ഒന്ന്. എങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു, 20, വൈന്റെ വാല്യൂ എത്രയായിരുന്നു, 30, ഡിവൈഡ് ബൈ 20 + 30. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നോക്കാം. 20 × 30 600 ബൈ 20 + 30 50. 600/50. നമുക്ക് ഓരോ സീറോ കട്ട് ചെയ്യാലോ. 60/5. ഈ 60/5 തന്നെയല്ലേ ഈ 60/5. ആൻസർ നമുക്ക് എത്ര കിട്ടും, 12 ഡേയ്സ് കിട്ടും. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് എളുപ്പവഴിയാണ്, ഷോർട്ട് കട്ട് മെത്തേഡാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത, ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. ഈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, X ഡേയ്സ് കൊണ്ടും B Y ഡേയ്സ് കൊണ്ടുമാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ അതേ ജോലി എയും ബിയും കൂടി ചേർന്ന് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും, ഒരു XY/X+Y ഡേയ്സ് വേണ്ടി വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 1-2 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഈ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. ശരി, ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ നമ്മൾ ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ശരി, എങ്കിൽ ബൈ.